അധിക ചിലവിൽ കുരുങ്ങി കോഴിക്കോട് കോർപ്പറേഷനിലെ മുൻ കൌൺസിലർമാർ. ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ നിർമ്മാണത്തിനായി കൌൺസിൽ അനുവദിച്ച 2.5 കോടി രൂപ മുൻ കൌൺസിലർമാരിൽ നിന്ന് ഈടാക്കാനാണ് ഉത്തരവ്. ഒരാൾ 3,27,000 രൂപ അടയ്ക്കണമെന്നാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗത്തിന്റെ നിർദ്ദേശം. കൗൺസിൽ തീരുമാനം സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്ന് കണ്ടെത്തിയാണ് നടപടി. ഞെളിയൻപറമ്പിൽ നിർമ്മാണം നടത്തിയതിന്റെ പണം കരാറുകാരന് നൽകാൻ വൈകിയത് കാരണം 2,52 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണ്ടെത്തൽ. 2016-17 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് കൗൺസിലർമാർ കുടുങ്ങിയത്. 1996-ൽ കരാർ നൽകിയ നിർമ്മാണം പൂർത്തിയായത് 2004-ലാണ്. പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം പണം നൽകണമെന്നാവശ്യപ്പെട്ട് കരാറുകാരൻ കോടതിയെ സമീപിച്ചു. നിയമ നടപടികൾക്കൊടുവിൽ കോർപ്പറേഷനോട് ബാങ്ക് ഗ്യാരണ്ടി കെട്ടിവയ്ക്കാൻ കോടതി നിർദ്ദേശിച്ചെങ്കിലും നടപ്പായില്ല. തുടർന്ന് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം മധ്യസ്ഥ ചർച്ച നടത്തി പണം നൽകാൻ നിർദ്ദേശിച്ചു. അങ്ങനെ 2015-ൽ കൈമാറിയ തുകയാണ് ഓഡിറ്റ് വിഭാഗം അധിക ചെലവായി കണ്ടെത്തിയത്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാരും കോർപ്പറേഷന്റെ മേലധികാരികളും പറഞ്ഞത് കോടതി ഉത്തരവ് പ്രകാരമുള്ള തുകയാണ്, അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചാണ് അന്ന് ഒപ്പിട്ടത്. എനിക്കിതിൽ പറയുന്നത് ഉർവശി ഷാ ഉപകാരം എന്താണ്, ഈ 3.5 ലക്ഷം രൂപ ഓരോരുത്തരിൽ നിന്നും പിടിക്കാൻ ഇടയാക്കിയത് അത് സത്യത്തിൽ ഒരു പാഠമായി വരണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കാലാകാലത്ത് ഭരണപക്ഷത്തെ ചില ഏമാമാർ തീരുമാനിക്കുന്നതനുസരിച്ച് അടിയിൽ തുള്ളുന്ന ആളുകളാണ് ഭരണകക്ഷിപ്പെട്ട ആളുകൾ. അതുപോലെ തന്നെ പ്രതിപക്ഷവും പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ പൂർണ്ണതയോടുകൂടിയുള്ള ശ്രദ്ധ കൊടുക്കാതെയും വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താതെയും ഇത് മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് സ്ഥിരമായി നടക്കുന്ന കാര്യമാണ്. 75 മുൻ കൗൺസിലർമാരും പണം നൽകണം, ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉൾപ്പെടെ വിലക്കുണ്ടാകും. റിപ്പോർട്ടർ, കോഴിക്കോട്.